കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ടെൻഡർ നടപടികൾ ഏറ്റെടുക്കുന്നതിൽ കരാറുകാർ വൈമനസ്യം കാട്ടുന്നതായി കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. ടെൻഡർ നടപടികൾ സുഗമമാക്കാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. AC കനാൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ജലവിഭവ മന്ത്രി PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഒരു വർഷത്തിനുള്ളിൽ കനാൽ നവീകരണ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ മന്ത്രി പാടശേഖര സമിതി ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും പാടശേഖര സമിതിക്ക് ഇത് സംബന്ധിച്ച ടെൻഡർ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അഭിപ്രായപ്പെട്ടു. ആദ്യം കുട്ടനാട് താലൂക്കിലെ 12 പഞ്ചായത്തുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. കാരണം 1860 കോടി രൂപയിൽ ഏതാണ്ട് ഇനി 860 കോടി രൂപ 900 കോടി രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ പല കമ്പോണന്റുകളായി ചെലവഴിച്ചു കഴിഞ്ഞു എന്നാണ് കണക്ക്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള തുക അത് വിനിയോഗിക്കുന്നത് വെള്ളപ്പൊക്കത്തിലും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാടശേഖരങ്ങൾ അതിന്റെ ബണ്ട് പൊട്ടുന്നത് അല്ലെങ്കിൽ മട വീഴുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കുട്ടനാട്ടിലാണ്. അപ്പൊ കുട്ടനാട്ടിലെ കർഷകർക്കും കുട്ടനാട്ടിലും പ്രത്യേകമായി പരിഗണന കൊടുക്കുക, അവശേഷിക്കുന്ന ഫണ്ട് പ്രയോറിറ്റി കുട്ടനാട്ടിൽ നൽകുക എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ മുൻകൈയെടുത്ത് ഒരു നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിലെ 12 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് പാടശേഖരങ്ങളുടെ ബണ്ട് നിർമ്മാണം നടക്കുക.